ലഹരിക്കെതിരെ നിയമ നടപടികൾക്കൊപ്പം ബോധവൽക്കരണം അനിവാര്യമാണെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കലാജാഥ ഉയിർപ്പ് തൃത്താല പെരിങ്ങോടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട് നേരിടുന്ന വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ലോകം കാണാത്ത തരത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 2 കോടിയോളം ആളുകൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ ശൃംഖല സംഘടിപ്പിച്ചു. ലോകത്താകെ ലഹരിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനൊപ്പം ബോധവൽക്കരണം കൂടി നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. ലഹരിക്കടത്തുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ഡെഡിക്കേറ്റഡ് വാട്സ്ആപ്പ് നമ്പർ എക്സൈസ് പുറത്തിറക്കിയിട്ടുണ്ട്. ലഹരിക്കടത്തുകാർ കൗമാരക്കാരെ മാത്രമല്ല അതിന് താഴെ പ്രായമുള്ള കുട്ടികളെയും പിടികൂടുകയാണ്. ബോധവൽക്കരണത്തോടൊപ്പം വിവിധ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. സ്കൂളുകളിൽ ലഹരിക്കെതിരെ പാഠഭാഗങ്ങൾ തുടങ്ങിയതായും മന്ത്രി പറഞ്ഞു. ലഹരി എന്ന് ആ ബോധവൽക്കരണത്തിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്താകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാഠ്യപദ്ധതിയിൽ അത് ഉൾപ്പെടുന്നുണ്ട്. അതിന് ഉള്ള ആ ബോധവൽക്കരണത്തിനുതകുന്ന വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പരിശ്രമമാണ് യുവജനക്ഷേമ ബോർഡ് നടത്തുന്ന ഈ ലഹരി വിരുദ്ധ കലാജാഥ. ലഹരി എന്ന വിപത്തിനെതിരായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഈ കലാജാഥ ഉപകരിക്കട്ടെ എന്ന്. ലോകത്തെ പലയിടത്തും ലഹരിക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ ശക്തമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും നിയമ നടപടിക്കൊപ്പം ജനങ്ങളെയാകെ അണിനിരക്കുന്ന മാതൃക കേരളത്തിൻ്റെതായിരുന്നു. ഇതിനെ സംബന്ധിച്ച് അന്വേഷണമായിട്ട് എത്തുന്നത് അത് കേരള എക്സൈസ് ആയിരുന്നു. 150 കോടിയുടെ ലഹരി നമുക്ക് കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയും. രാസലഹരികൾ ഈ തരത്തിൽ ഒരു ഭാഗത്ത് നിയമ നടപടികൾ നടക്കുന്നു. ഇപ്പൊ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് മാത്രം ഒരു മാസം 10,144 കേസാണ് എടുക്കുന്നത്. എന്നാൽ അത് മാത്രം പോരാ, നിയമ നടപടി മാത്രം പോരാ. കലാജാഥ ഫെബ്രുവരി 8 വരെ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. റജീന അധ്യക്ഷയായി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.വി. ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ഷെനിൻ മന്നിരാട്, ജനപ്രതിനിധികളായ എൽ. രാജൻ, പി.വി. പ്രിയ, യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എസ്. സേതുമാധവൻ, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ കെ.സി. റിയാസുദ്ദീൻ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി, ബ്ലോക്ക് കോർഡിനേറ്റർ കെ. പ്രയാൺ തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.